പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഒരുക്കി തന്ന എല്ലാ സാവകാശത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, നിങ്ങളോട് ഇടപെടാനുണ്ട്, നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകാനുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ ഒന്നും കൂടെ നിങ്ങളെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം ഒന്നും കൂടി ആത്മാവിൽ ഇടപെട്ട് ആ വിഷയത്തെ പരിഹരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നിങ്ങളുടെ വിഷയത്തിന് പരിശുദ്ധാത്മാവിൽ സ്വാതന്ത്ര്യവും പരിശുദ്ധാത്മാവിലുള്ള ആസ്വാദവും ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ഈ മെസ്സേജ് ശ്രവിക്കുക. ആമേൻ. അതിന് നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനവും 5-ാം അധ്യായം 13-ാമത്തെ തിരുവചനവുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലുള്ള ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിനു വേണ്ടി നിൽക്കുന്ന പരിശുദ്ധാത്മാവിലും ആത്മനിയോഗത്തിലും ആരാധിക്കുന്ന ഗലാത്യ സഭയുടെ ദൈവമക്കളെ നോക്കി പൗലോസ് പറയുന്നു, പൗലോസ് എഴുതുകയാണ്, നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്ത്രമാക്കി. ആമേൻ. എന്തുകൊണ്ടാണ് പൗലോസ് ഗലാത്യയിലുള്ള വിശ്വാസികളോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗലോസിന് പറയുവാനുള്ള താല്പര്യം വന്നത്? 5-ാം അധ്യായം താഴേക്ക് പഠിച്ചു വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ, ജഡത്താലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ, ഇതൊക്കെ പൗലോസ് എടുത്ത് ആത്മാവിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടും ജഡത്തിലുള്ള സ്വഭാവ വിശേഷണത്തെക്കുറിച്ച് ഗലാത്യ സഭകളോട് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ വിളിച്ചിറക്കിയത്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് നമ്മളെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷങ്ങൾ തികഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയെ അവരുടേതായ ചിന്തയിലും അവരുടേതായ പ്രമാണത്തിലും അവരുടേതായ നിയമ നടപടികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടരെ ഇന്ത്യ അവരെ ഇതിൽ നിന്നും മാറ്റിയിട്ട് ഇന്ത്യ എന്ന രാജ്യത്തെ അവരുടെ കൈവശത്ത് നിന്ന് സ്വതന്ത്രമാക്കി. ആ അടിമത്തത്തിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ മുഴുവനും സ്വതന്ത്രമാക്കി. ആ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം എല്ലാ വർഷവും നമ്മൾ ആഘോഷമാക്കാറുണ്ട്. ഇന്ത്യയുടെ കൊടി, ഇന്ത്യയുടെ ഫ്ലാഗ് ഉയർത്തി അത് നമ്മൾ
നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ അതിനെ ബഹുമാനത്തോടെ ആഘോഷിക്കാറുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാക്കിയിട്ട്, ഇന്ത്യ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് 78 വർഷമായി. ആദിമകാലങ്ങളിൽ ഇന്ത്യ സ്വാതന്ത്ര്യം അനുഭവിക്കാതിരുന്ന ആ കാലഘട്ടം ഓർത്ത് ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇന്ത്യ രാജ്യം ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ കാലഘട്ടത്തെ ഓർത്ത്, അടിമത്തത്തെ ഓർത്ത് വ്യാകുലപ്പെട്ട് ചിന്താഭാരമായി കണ്ണുനീരോടെ ഇരിക്കാറില്ല. ഒരിക്കൽ അതിന് വേണ്ടുന്ന നേതൃത്വ നിരകൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗലാത്യ സഭയിലുള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടു. നിങ്ങളിനി അടിമതുകത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, നിങ്ങളുടെ ജോലി കൊണ്ട്, നിങ്ങളുടെ യാത്രകൾ കൊണ്ട് അടിമയെന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാതിരിപ്പാൻ നോക്കുവിൻ. കാരണം നമ്മെ സ്വതന്ത്രമാക്കി കളഞ്ഞു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഏത് വിഷയത്തിൻ്റെ നടുവിലും നെടുവീർപ്പെട്ട് കണ്ണുനീരൊഴുക്കി വ്യാകുലപ്പെട്ട് ഇരിക്കേണ്ട വ്യക്തി അല്ല താങ്കൾ. നിങ്ങളെ ദൈവം സ്വാതന്ത്ര്യമാക്കി കളഞ്ഞു. പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുവാൻ സമയമായി. നിങ്ങൾ കണ്ണുനീരിൽ ആയിരിക്കാം, ശുശ്രൂഷയുടെ ദുഃഖത്തിലായിരിക്കാം, കുടുംബത്തിൻ്റെ ദുഃഖത്തിലായിരിക്കാം, തലമുറകളുടെ ദുഃഖത്തിലായിരിക്കാം. എന്നാൽ ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കുടുങ്ങിയിരിക്കാനുള്ളവരല്ല, നിങ്ങൾ അടിമപ്പെടാനുള്ളവരല്ല. നിങ്ങളുടെ കെട്ടുപൊട്ടിച്ച് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തെ കെട്ടിയതും മനസ്സിനെ കെട്ടിയതുമായ സകല കുരുക്കിനെയും പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്നും, ആ അടിമത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കട്ടെ. 5-ാം അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. സ്വാതന്ത്ര്യത്തോടെ, അഭിഷേകത്തോടെ ശുശ്രൂഷിക്കുവാൻ, ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിനെ അനുയായികളായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവിൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ് താങ്കൾ. നിങ്ങൾ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങൾ ശുശ്രൂഷകൾ കൊണ്ട്, നിങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ട് നിങ്ങൾ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം ഈ മെസ്സേജിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ദൈവമക്കളെ, നമ്മൾ കുടുങ്ങാനുള്ള വ്യക്തിയല്ല, നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ, ജയാളിയായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, വ്യക്തിത്വമാണ് നിങ്ങൾ. പ്രൈസ് ഗോഡ്. അതിനായിട്ടാണ് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ശുശ്രൂഷയുടെ പദവിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിമനുഖത്തിലുള്ളവരെ, അടിമത്തത്തിൽ ഇരിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ നിൽപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ആത്മാവിൽ സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ്.
അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കട്ടെ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ഒതുക്കുവാൻ, നിങ്ങളെ കെട്ടിയിടുവാൻ ഒരു അടിമത്തത്തിനും കഴിയത്തില്ല. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ആ നന്മയിലേക്കും ആ സ്വാതന്ത്ര്യത്തിലേക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മിനിസ്ട്രിയെയും പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് ഈ ദൂതിനെ നിങ്ങളുടെ മേൽ കൈമാറുന്നു. ഗോഡ് ബ്ലെസ് യു.